Good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും വണ്ണമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഓട്സ് കൊണ്ടാണ് ഈ ഒരു റെസിപ്പി. ഓട്സ് കൊണ്ട് മധുരമുള്ള റെസിപ്പി അല്ല എന്ന് മല്ലിയില കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു മസാല ടേസ്റ്റൊക്കെ ഉള്ള റെസിപ്പിയാണ്. മസാല ടേസ്റ്റൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും നമ്മുടെ വെയിറ്റ് ലോസ് റെസിപ്പി ചെയ്യല്ലേ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ 240 ml കപ്പിൻ്റെ അളവുകളാണ് പറയുന്നത് കേട്ടോ. 1 കപ്പ് ഓട്സിലേക്കായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളി, ഈ തക്കാളി മുഴുവൻ വേണ്ട, ഇതിൻ്റെ പകുതി മതി. എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറിയ തക്കാളിയാണിത്, ഇതിൻ്റെ പകുതി മതി. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സോള എടുത്തിട്ടുണ്ട്, ഇതിൻ്റെയും പകുതി മതി. ചെറിയ ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഒരുപാട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മതി, ഇല്ലെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് മല്ലിയില, ലാസ്റ്റ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ. പിന്നെ വേണ്ടത് മാഗിയുടെ മസാല ഉണ്ടല്ലോ, നൂഡിൽസ് മസാല, നമ്മുടെ നൂഡിൽസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മസാല. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ 2-3 പാക്കറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടായിരിക്കും മാഗി ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള പാക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ ചാട്ട് മസാല എടുക്കാം. അപ്പോൾ മാഗിയുടെ മസാലയാണെങ്കിൽ 1 പാക്കറ്റ് തന്നെ എടുത്തോളൂ 1 കപ്പ് ഓട്സിന്. ഇല്ല നമ്മുടെ ചാട്ട് മസാല ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മാക്സിമം എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ചാട്ട് മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കുക. ഫ്ലേവർ താല്പര്യം കുറവാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ എടുക്കുക. അപ്പോൾ മാഗി മസാല ആണെന്നുണ്ടെങ്കിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഇറ്റാലിയൻ സീസണിങ്, ഏത് സീസണിങ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒറിഗാനോയാണ്. നമുക്ക് ഒറിഗാനോ എടുക്കാം, തൈം എടുക്കാം, പാഴ്സലി എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സീസണിങ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ സവോള ചെറുതായിട്ട് കട്ട് ചെയ്യാം, തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യാം, ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്യാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ കട്ട് ചെയ്ത്, പച്ചമുളകും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്യട്ടെ, പാൻ ചൂടാക്കാൻ വെക്കട്ടെ. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. സവോള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്തു. ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തു. തക്കാളിയും ചെറിയ ക്യൂബ്സ് ആയിട്ട് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പച്ചമുളക് റൗണ്ടിൽ ചെറിയൊരു തിക്നെസ്സോടുകൂടി കട്ട് ചെയ്തെടുത്തു. മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ചെറിയൊരളവിൽ മാത്രം വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വളരെ ചെറിയ അളവിൽ മതി കേട്ടോ, 1 ടീസ്പൂൺ മതി. നമ്മളിത് ഒരുപാട് ഓയിൽ ചേർത്തിട്ടല്ല ചെയ്യുന്നത്. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഹെർബ് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അതൊരു 2 പിഞ്ച് ചേർത്ത് കൊടുക്കുക. അതിൽ കൂടുതൽ വേണ്ട. ഇതൊന്ന് ചൂടായി തുടങ്ങട്ടെ. ഇതിൽ ഒരുപാട് സമയം കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, സവാള, പച്ചമുളക്. ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ സവോള ഉണ്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. മാഗി മസാലയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. വളരെ ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർക്കുക. ഞാനൊരു 2 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. തക്കാളിയൊക്കെ ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കണ്ട. ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കളറിനായിട്ട് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മാഗി മസാലയല്ല ചാട്ട് മസാലയാണ് ചേർക്കുന്നതെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. ചാട്ട് മസാലയിലും ചെറിയൊരളവിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ചേർക്കാം. എങ്കിലും മാഗി മസാലയേക്കാൾ ഉപ്പ് കുറവാണ് ചാട്ട് മസാലയിലുള്ളത്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർക്കാം. മാഗി മസാലയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ റോസ്റ്റഡ് ഓട്സ് ഒന്നും അല്ല ചേർക്കുന്നത്. അപ്പോൾ
ഓട്സിന് ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല, അതനുസരിച്ച് വെള്ളം ചേർക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കരുത്, വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചാട്ട് മസാല അല്ലെങ്കിൽ മാഗി മസാല, നിങ്ങളുടെ കയ്യിൽ ഏത് മസാലയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. മസാല ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. ഓട്സിലേക്ക് ആ മസാലകളെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കളർ ഇത് കിട്ടില്ല കേട്ടോ. തക്കാളി ഉടഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയുടെ ആ ഒരു കളറും കിട്ടില്ല, അതുപോലെ തന്നെ കുഴഞ്ഞിരിക്കും. അതുകൊണ്ടാണ് തക്കാളി ഉടഞ്ഞു പോകുന്നതിന് മുൻപേ ഇതുപോലെ ചേർക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഓട്സിലേക്ക് നന്നായിട്ട് മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. ഒരുപാട് മഞ്ഞ കളർ ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ ചെറിയൊരളവിലല്ലേ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമുക്കാണെങ്കിലും ഓട്സിൽ ആ ഒരു പ്ലെയിൻ ഓട്സിൻ്റെ കളറിനേക്കാൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള കളർ കാണുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ പാല് യൂസ് ചെയ്യണ്ട എന്നുള്ള ആളുകൾക്ക് ഈ ഒരു റെസിപ്പി വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. വെയിറ്റ് ലോസിനാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പാല് ചേർക്കുമ്പോഴാണല്ലോ കൂടുതൽ ആളുകൾക്ക് വെയിറ്റ് ലോസിന് പാല് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഓട്സ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഓട്സിന് 1.25 കപ്പ് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങൾ എടുക്കുന്ന ഓട്സിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരാം. 1.25 കപ്പ് എന്നുള്ളത് ചിലപ്പോൾ 2 കപ്പ് ആവാം, ചിലപ്പോൾ 1.5 കപ്പ് ആവാം. 1.5 കപ്പ് ആവുമ്പോൾ ഓട്സ് കറക്റ്റായിട്ട് കുക്കായി കിട്ടണമെന്നില്ല, 1.25 കപ്പ് തന്നെ ചേർത്തോളൂ. പിന്നെ ആവശ്യമാണെങ്കിൽ 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഓട്സ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഓട്സ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ചേർക്കുക. അപ്പോൾ നമുക്കിനി ഓട്സിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. വീണ്ടും 1 കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ചൊന്നും വേവിക്കുന്നില്ല കേട്ടോ, തുറന്ന് വെച്ച് തന്നെ വേവിക്കുകയാണ്. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓട്സ് ഒന്ന് തിളച്ച് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓട്സ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ, ഓട്സ് പോറിഡ്ജ് അല്ലാതെ ഓട്സ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ എരിവുള്ള രീതിയിൽ, ഇതിപ്പോൾ ഒരുപാട് എരിവുള്ള രീതിയല്ല, പച്ചമുളകിൻ്റെ ആ ഒരു ചെറിയ എരിവും അതുപോലെ തന്നെ നമ്മുടെ മാഗി മസാലയുടെ ആ ഒരു മാഗിയുടെ ടേസ്റ്റും ഒക്കെ വരുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓട്സ് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. ഓട്സിൻ്റെ ഫ്ലേവർ നമുക്ക് താല്പര്യമില്ലെങ്കിലും മാഗിയുടെ ടേസ്റ്റ് വരുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും ഇതൊന്ന് തിളച്ച് കുക്കായി വരട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട, 2 മിനിറ്റ് കൊണ്ട് തന്നെ തിളച്ച് കുക്കായി വരും. പിന്നെ ചൂടുവെള്ളം ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് അല്ല 1.5 മിനിറ്റ് കൊണ്ട് കുക്കായി വരും. അപ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ചേർക്കുക കേട്ടോ. 1 കപ്പ് ഓട്സിന് 2 കപ്പ് വെള്ളം ചേർക്കുക. അത് അല്ലെങ്കിൽ ഓട്സ് കുക്കായി വരില്ല. അങ്ങനെ വെള്ളം ചേർക്കുന്നത് ഏത് വെള്ളമാണെന്നുള്ളതനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഓട്സ് കുഴഞ്ഞേ ഇരിക്കുള്ളൂ. ഓട്സ് നമ്മൾ വേവിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഓട്സ് ഒന്ന് കുഴഞ്ഞ് തന്നെ ഇരിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട. അപ്പോൾ നമ്മുടെ ഓട്സ് ഇതാ കുക്കായി കഴിഞ്ഞു. ഇത്രയുള്ള നമ്മുടെ ഓട്സിൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇത് ഇളം ചൂടോടെ കഴിക്കുക. നല്ല ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായ പൊള്ളും. ഇളം ചൂടോടെ കഴിക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇടയ്ക്ക് കമൻറ്റ്സ് വരാറുണ്ട് വെയിറ്റ് ലോസ് റെസിപ്പീസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതുപോലെയുള്ള റെസിപ്പികളും കൂടി നമ്മുടെ കുക്കിങ്ങിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ. അപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഈ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നത്. 1 കപ്പ് ഓട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് രാവിലെ ആവശ്യത്തിന് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ ഇതുണ്ടോ, ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓട്സിൻ്റെ പരിപാടി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്ത് തരണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.